ഇല്ല രാജീവ, പണിക്കൊന്നും പോയിട്ടില്ലേ? പണിയെല്ലാം കുറവാപ്പാ. ഈ ആഴ്ച ആകെ 2 ദിവസമാണ് പണിയെടുത്തത്. ഈ നാട്ടിൽ എല്ലാവർക്കും അങ്ങനെയാ രാജീവ. എല്ലാം പോക്കാം. നിങ്ങള് വിനീശം വരുന്നുണ്ടല്ലോ. ഇത് എവിടെയാ വിനീശ രാവിലെ തന്നെ പോന്ന്? ഞാൻ മുത്തുവിന്റെ പീടിയ ഉദ്ഘാടനല്ലേ, നാനാദി പീടിയന്റെ. അതെയാ? ഏത് ആ പെയിന്റിന്റെ പണി എടുക്കുന്ന മുത്തുവിന്റെ? ആ പെയിന്റിന്റെ പണി എടുക്കാം. നല്ല സാധനം കൊണ്ടാച്ചിട്ടുണ്ട് ഒരുപാട്. ആടിയെല്ലാം ഭയങ്കര വിലയായിരിക്കും അപ്പാ. എല്ലപ്പ ഇന്ന് ഉദ്ഘാടനമായിട്ട് അപ്പോഴത്തേക്ക് നിങ്ങൾ രാവിലെ തന്നെ പോയി പഠിക്കാൻ തുടങ്ങി. എന്തൊരു പെയിന്റിന്റെ പണിയല്ലേ ഓനെന്താ അപ്പണിന്ന് എടുത്താ പോരെ? അത് പറഞ്ഞിട്ട് എന്താ അപ്പൊ ഓരോരുത്തർക്കും ജീവിക്കാനുള്ള ഓരോ വഴി കണ്ടെത്തുന്നില്ല. നമ്മൾ വേണ്ടാത്ത നോയിക്കോളെ. 2 മാസം കൊണ്ടാ പീടി കൂട്ടി ആ ഒന്നും ഉണ്ടാവില്ല. നോയിക്കോളെ എന്തായാലും. എന്നാ കുറച്ച് കഴിഞ്ഞിട്ട് പോവാല്ലേ? അതാണല്ലേ. നീ എന്നാടാ ടെൻഷൻ അടിച്ചിരിക്കുന്നത്? അല്ല നമ്മളെ ബാബുവിനെ പറയാലും ഇങ്ങോട്ട് കാണാത്തത്. ഞാനും കൊറേ ആയി അവനെ കാണാൻ. പണിക്കാരൻ പോക്കുണ്ടോടിയോ? അതാണ് നോക്കണം കേട്ടോ. ഇല്ല ബാബു അല്ലേ, ബാബു പറയുമ്പോഴേക്ക് ബാബു വരുന്ന പണിക്കൊന്നും പോയിട്ടില്ലല്ലോ. എന്ത് പണിയാടാ, പണിയും ഇല്ല തോരൂല്ല. എത്ര വളരെ സന്തോഷം, വളരെ സന്തോഷം. ഞാനിപ്പം വേറെ ആലോചന, ഈ പണിക്കൊന്നും ഞാൻ പോവില്ല. ബാബു നമുക്ക് പണിയില്ല. അതെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. ഇരുന്നാലിടി ആയിപ്പോവപ്പാ. നിങ്ങളെ കുറിപ്പ് കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഏടിയും പോവുകയും കഴിയില്ല. അല്ല ഞാൻ വിചാരിക്കുന്നു സ്പേസിലാറ്റും പോയാലോ? സ്പേസാ? അത് ബഹിരാകാശത്തടാ. ബഹിരാകാശത്ത് സ്പേസാ? ആടെ നമ്മളെ സുനിത വില്യംസ് 9 മാസമായി ആടിയില്ലേ ഉള്ളു. 9 മാസം പണിന്ന് വെച്ചാല് അമേരിക്കയിൽ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുത്താ മതി. എത്ര ശമ്പളം അറിയാം? 10 ലക്ഷം ഉറുപ്പ്യ ഒരു മാസം. ഒരു മാസം 10 ലക്ഷം ഉറുപ്പ്യ. ഒരു കൊല്ലത്തേക്ക് എത്ര ഉണ്ടാവുള്ളൂ? 1,20 ലക്ഷം ആയില്ലേ? 1,20 ലക്ഷം കൊല്ലം നിന്നിട്ട് ഞമ്മക്ക് ഇങ്ങ് വന്നാ പോരെ? പിന്നെ ജീവിതകാലം മുഴുവൻ പണിക്കും പോണ്ട. അല്ല ആടെ നേരം ഭക്ഷണം ഭക്ഷണമല്ല അതിനെ കട്ടിപ്പിച്ചല്ലേ. ഭക്ഷണം ഒന്നും കിടക്കാനപ്പോ ഭക്ഷണം ഒന്നും വേണ്ടടാ. നമ്മള് രാവിലെ എണീച്ച് പല്ല് വെച്ച് കഴിഞ്ഞാല് ഒരു ചെറിയൊരു ഗുളിക പോലത്തെ സാധനം അങ്ങ് കഴിക്കാം. അത് കഴിച്ചാല് രാവിലെ ഭക്ഷണമായി. പിന്നെ വിശക്കൊന്നുമില്ല. നമ്മള് ഇവിടുത്തെ ശരീരം പോലൊന്നുമില്ല. അങ്ങെത്തിയാല് നമ്മളൊരു പാറ്റ പോലെ ഉണ്ടാവും. ആടെ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ ഭാരം എല്ലാം കുറഞ്ഞ് ചെറുതാവും നമ്മൾ. പിന്നെ നമുക്ക് അത്രയും ഭക്ഷണം കൊണ്ടു. അപ്പൊ പിന്നെ ബിരിയാണി എല്ലാം വേണമെങ്കിലോ? ബിരിയാണി വേണമെങ്കിൽ ബിരിയാണിന്റെ മോഡലുള്ള ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അതെടുത്ത് വായിലിട്ടാൽ ബിരിയാണി എല്ലാ സാധനം കിട്ടും. എല്ലാം കിട്ടും. നിങ്ങൾക്ക് എന്തെന്നാ വേണ്ട എല്ലാം. പിന്നെ അങ്ങനെയാണെങ്കിൽ 9 മാസം 9 കൊല്ലം നിന്നൂടെ? അത് ഞാൻ പണിക്കാലോചന. ഇനിയിപ്പോ അങ്ങനെ ആടെ പോണ്ടിട്ട് ആടെ പോകുന്നു. എല്ലാണ്ട് ഇവിടെ നിന്നിട്ടുണ്ടാ പണിയില്ലപ്പാ. വണ്ടിയൊന്നും വേണ്ട. ആടെ പെട്രോൾ അടിക്കണ്ട, വണ്ടി വേണം. നമ്മള് കാച്ചി പാർക്കുന്ന പോലെ പറന്നു പോവാ. നമുക്കെല്ലാം ബാബു നമുക്ക് ചാൻസ് ഉണ്ടാ? ബന്ധപ്പെടുന്നുണ്ട്. നോക്കട്ടെ. ചാൻസ് കിട്ടിയില്ലേ ഞാൻ നിങ്ങളെ കൂട്ടും. പക്ഷെ അന്ന് പരിഗണിക്കണേ. നമുക്ക് നോക്കാം. എല്ലാം ഒരു കാര്യം ചെയ്യാം. ഞാനൊന്ന് വിളിച്ചോക്കട്ടെ. വിളിച്ചോക്കാം. അവിടെ ഫോൺ എടുത്തിട്ടില്ല. ഇപ്പം തന്നെ നമുക്ക് വിളിച്ചിട്ട് തീരുമാനിക്കാം. ഓ ഇനി വിളിക്കൊന്നും വേണ്ട. എന്റെ ഓൾ ഇങ്ങോട്ട് വിളിക്കുന്നുണ്ട്. അതെയാ? ഹലോ. അരിയാ? ഓ അരിയൂല്ലേ? റേഷൻ പിടിയല്ല. ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. വിളിക്കുന്നത് എന്തിന്നല്ല ഉച്ചക്ക് ചോറും ഒക്കെ അരിയില്ല. പറഞ്ഞു പോരാ. ഇതന്നെ ഞാൻ പറഞ്ഞു. നീ പറഞ്ഞു ശരിയാ. ഞാൻ വിളിച്ചോണ്ടിരിക്കുന്നുണ്ട്.